അപ്പോൾ ഇന്നലെ ഞങ്ങള് മദ്രാസി കണ്ടു. ഞാൻ ഇന്നലെ സനുകൂട്ടന്റെ വീട്ടിൽ പോയായിരുന്നല്ലോ. അപ്പൊ സനുകൂട്ടന്റെ വീടിന്റെ അടുത്ത് തന്നെ നമ്മുടെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ തിയേറ്റർ ആണ്, വലിയ മൾട്ടിപ്ലക്സോ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഴയ തിയേറ്റർ അതുപോലത്തെ ഒരു തിയേറ്റർ ആണ്. പക്ഷെ അതില് എന്താ വെച്ചാൽ വലിയ സ്ക്രീനാണ്, നല്ല ഒരു എന്താ പറയുക, വോയിസ് ഒക്കെ നല്ല എഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അങ്ങനെ പോയിട്ട് അത് കണ്ടു. പടം ശിവകാർത്തികേയന്റെ മൂവിയാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന പടമാണ്. ഞാൻ കണ്ടു. അത് എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് അതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ശിവകാർത്തികേയന്റെ ഡാൻസ്, പുള്ളിയുടെ ഡാൻസ് ശിവകാർത്തികേയനെ ഞാൻ പണ്ട് പുള്ളി റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് മുതലേ ശിവകാർത്തികേയനെ കാണുന്ന ആളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളി എത്രത്തോളം ഡാൻസ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കറിയാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡാൻസ് സിനിമയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. കാരണം ശിവകാർത്തികേയന്റെ ഡാൻസിങ് സ്കിൽസ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ഒരു കൊറിയോഗ്രാഫി, ഒരു ഇൻട്രോയിൽ ഒരു നല്ലൊരു കൊറിയോഗ്രാഫി ആയിട്ട് നല്ലൊരു സോങ് വരുന്നുണ്ട്. പിന്നെ സ്റ്റോറി ലൈൻ ഓക്കെയാണ്. പിന്നെ വിദ്യുത് ജംവാലിന്റെ ഓരോ ആക്ഷൻ സീക്വൻസസ് ഒക്കെ പൊളിയാണ്. ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്തോന്ന് ഞാൻ പറയുന്നില്ല, കാരണം പുള്ളിയുടെ സിനിമ നമുക്കറിയാം. അപ്പൊ ആ ഒരു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് ഒരു വില്ലനെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇഷ്ടം തോന്നുന്ന ഒരു വില്ലൻ, അതായത് നമുക്കൊരു പവർ തോന്നുന്ന ഒരു വില്ലനാണ്. അപ്പൊ ആ ഒരു പ്രിസൺ ബ്രേക്ക് സീനൊക്കെ പൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. വിദ്യുത് ജംവാലിന്റെ അതറിയാലോ, ഫ്ലെക്സിബിലിറ്റി, പുള്ളിയുടെ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്കറിയാലോ. അതൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട്. ക്യാമറ ആംഗിളിലൊക്കെ ഓക്കെയാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് ഒരു ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാത്ത പോലെ ഒരു ഫീൽ ചില സീൻസിൽ എനിക്ക് തോന്നി. പിന്നെ ശിവകാർത്തികേയൻ ഓഫ് കോഴ്സ് അഭിനയം പറയാൻ വേണ്ട, അടിപൊളിയായിരുന്നു. പിന്നെ മുരുകദാസിന്റെ ക്ലീഷേ സീൻസ് കുറച്ച് ഓവറായിട്ട് തോന്നി. ചില സീൻസ് ഒക്കെ നമ്മൾ അറിയാം, നമുക്ക് ഓക്കെ ശരി ഇപ്പൊ വിളിക്കുമ്പോ ഓക്കെ ഉണരും, ആ ഒരു സംഭവം ഒക്കെ ഉണ്ടല്ലോ. അപ്പോ നായിക വിളിച്ചാൽ ഉണർന്നു വരുന്ന നായകൻ, ആ ഒരു ചെറിയ ക്ലീഷേസ് ഒക്കെ ഉണ്ട്. പിന്നെ നായികയെ പൊള്ളിയായിട്ട് അതിൽ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ നായികയെ കാണിക്കുന്നത്, ആ നായികയുടെ ഇൻട്രോ സീൻസ്, അവരുടെ ആ ഒരു കണക്ഷൻ സീൻസ് ഒക്കെ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. പക്ഷെ ആ ഒരു ലവ് സ്റ്റോറിയുടെ ആ ഒരു സംഭവം ഒരു ലെവല് മുകളിൽ പോയോ എന്നൊരു ഡൗട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ലവ് സ്റ്റോറി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു ഇച്ചിരി കൂടിപ്പോയില്ലേ എന്ന് നമുക്ക് തോന്നുന്ന ചില സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു. ഇതെന്റെ അഭിപ്രായമാണ്, അല്ലാണ്ട് കണ്ടവർക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായമൊന്നുമല്ല. പക്ഷെ എനിക്കിതാണ് തോന്നിയത്. പക്ഷെ പടം തിയേറ്ററിൽ തന്നെ കാണണം. ആദ്യത്തെ ഒരു തവണ തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ ഒരു നല്ല പടമാണ്. വൺ ടൈം വാച്ചബിൾ ആണ്. പക്ഷെ നെക്സ്റ്റ് ടൈം ഇരുന്ന് ഓർത്ത് ഓക്കെ കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ആ ഒരു സംഭവം ഇതിലുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വില്ലൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാൻസിങ് റോസ്, സാർപേട്ട പറമ്പിൽ ഡാൻസിങ് റോസ് വന്നപ്പോ തിയേറ്ററൊക്കെ അങ്ങ് ഇളകി. ഡാൻസിങ് റോസ്, വിദ്യുത് ജംവാൽ, ഇപ്പൊ ശിവകാർത്തികേയന് കിട്ടിയ ഒരു തിയേറ്ററിൽ കിട്ടിയ ഒരു വരവേൽപ്പിനെക്കാട്ടിയും കൂടുതൽ ഈ വില്ലന്മാർക്ക് കിട്ടിയെന്നുള്ളതാണ് സംഭവം. പ്രത്യേകിച്ചും വിദ്യുത് ജംവാലിന്റെ പ്രിസൺ ബ്രേക്കിംഗ് സീൻ. പിന്നെ ഒരെണ്ണം ഉണ്ട്, ഈ ഹൈറ്റിൽ നിന്നിട്ട് പുഷപ്പടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിയായിരുന്നു. ഇങ്ങനെ എയറിൽ നിന്ന് പുഷപ്പടിക്കുന്ന സംഭവമൊക്കെ, അതൊക്കെ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഒരു നല്ലൊരു വൺ ടൈം തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ ഒരു നല്ല പടമാണ്. സെക്കൻഡ് ടൈം വാച്ചൊന്നും ഞാനിത് കാണുന്നില്ല. ബാക്കിയുള്ളവർക്ക് അത് അവരുടെ ഇഷ്ടമാണല്ലോ. ഞാൻ സെക്കൻഡ് ടൈം ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങളിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ലോക കാണാൻ വേണ്ടി ഒന്നും കൂടെ പോവാണ്. ലോക ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് ഇതേ തിയേറ്ററിലാണ്. കാരണം ഞങ്ങൾക്ക് ആ വലിയ സ്ക്രീനും നല്ല സൗണ്ട് എഫക്റ്റിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ തിയേറ്ററിൽ, നല്ല പടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ തിയേറ്ററിലാണ് ഫസ്റ്റ് ഞങ്ങൾ പോയി കാണാം. അതിനൊരു റീവാച്ചിങ് വാല്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ പോകും. അപ്പൊ ഇത്തവണയും ഞങ്ങൾ വീണ്ടും ലോക അവിടെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ തിയേറ്ററിൽ പടം മാറി, മദ്രാസിയാണ് ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ഞാൻ വിചാരിച്ചു PVR ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ലോക പോയി കാണണം, കുറച്ച് ചുറ്റണം. കാരണം നാളെ ഓഫീസിൽ കയറാനുണ്ട്. എനിക്ക് ഇപ്പോൾ പോയിട്ട് വന്നിട്ട് വീണ്ടും കുറച്ച് ജോലിയുണ്ട്, ആ ജോലി ചേർത്ത് തീർക്കണം. നാളെ ഓഫീസിൽ വീണ്ടും പോകണം. അപ്പോൾ വീക്കെൻഡ് ഇവിടെ തീരുകയാണ്, ആഘോഷങ്ങൾ തീരുകയാണ്. നെക്സ്റ്റ് വീണ്ടും ആസ് യൂഷ്വൽ, ബിസിനസ് ആസ് യൂഷ്വൽ ആണ്. നോർമൽ വർക്കിംഗ് ഡേയ്സ്, നോർമൽ ബിസി ലൈഫ്, ഗോയിങ് ബാക്ക് ടു ദാറ്റ്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും